എൻ്റെ പാണം കത്തണുമാ വയല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ വയറ് കത്യാളി എൻ്റെ കൊടല് കത്തണുമാ പ്രാണം പെടഞ്ഞിട്ട് ദൈവേ ഓണം പഴാർക്കണുമാ. ഇത് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു കുഞ്ഞിൻ്റെ അവസ്ഥയാണ്. അത് എൻ്റെ അവസ്ഥയാണെങ്കിൽ കൂട്ടാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ കാസറ്റിലും കൊണ്ട് പാട്ടിറക്കിയത്. ഭക്ഷണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു പ്രകൃതമാണ് ഞാൻ. എനിക്ക് കൃത്യമായിട്ട് ഭക്ഷണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഞാനിങ്ങനെ കുളിയും കഴിഞ്ഞ് രാവിലെ കുറച്ച് നടക്കാൻ പോക്കുണ്ട്, നടത്തവും എക്സസൈസ് കഴിഞ്ഞ് തിരിച്ചു വന്ന് കുളി കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ദോശയോ ഇഡ്ഡലിയോ അല്ലെങ്കിൽ രാവിലെ എനിക്ക് ചോറ് തിന്നുന്നൊരു പഴഞ്ചോറ് തിന്നുന്നൊരു ഇതുണ്ടായിരുന്നു. നല്ല പഴങ്കഞ്ഞിയും തൈരും ഉള്ളിയും പച്ചമുളകും അതിൽ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അത് കൂട്ടി നല്ല കണ്ണിമാങ്ങ അച്ചാറുണ്ട്, അച്ചാർ അതിൽ കലക്കി അതിങ്ങനെ എടുത്തിട്ട് അങ്ങനെ വലിച്ചു കുടിക്കുന്ന ശീലമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് നിർത്തി. കാരണം തടി വല്ലാണ്ട് വയ്ക്കുന്നുണ്ട്, ആ കഞ്ഞൂടിയൊക്കെ നിർത്തി. ഈ കുളിയും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഭക്ഷണം റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പാടും. ഞാനൊരു പാട്ട് പാടും. അപ്പോൾ ആ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ ഭാര്യ പറയും വിശപ്പ് തുടങ്ങിയല്ലേ എന്നൊക്കെ. അപ്പോൾ വൈഫിൻ്റെ അമ്മയും പറയും എടി വിളമ്പ് എടുത്തു വയ്ക്കി, മണിക്ക് വിശന്ന് തുടങ്ങിയെന്ന് പറഞ്ഞാൽ പാട്ട് തുടങ്ങുന്നുണ്ട്. അപ്പം എൻ്റെ മോള് പറയും അമ്മയേ അച്ഛനെ വിശക്കണ്ട് കേട്ടോ, അച്ഛൻ്റെ പാട്ട് തുടങ്ങി എന്ന് പറയും. അപ്പോൾ ഈ വിശപ്പിൻ്റെ ഒരു ചില സിഗ്നലുകളാണ് ഈ പാട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ വിശന്ന് ഒരുപാട് വിശന്ന് വിശപ്പ് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരാൾക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്താലും അവൻ മതി എന്ന് പറയില്ല. പക്ഷേ അവന് തൃപ്തികരമായിട്ട് ഭക്ഷണം കൊടുക്കണമെങ്കിൽ അവൻ്റെ വയറ് നിറഞ്ഞ അവൻ പറയും അയ്യോ മതി കേട്ടോ, എനിക്ക് മതി. അപ്പം മതി എന്ന് പറയുന്നത് അന്നദാനമാണ്. അന്നദാനം മഹാദാനം തന്നെയാണ്. എത്ര പാവങ്ങൾക്ക് അന്നദാനം കൊടുക്കുന്നു അത്രയും പുണ്യം കിട്ടും, നല്ലത് കിട്ടും. ഞാനൊരു സിനിമയിൽ വിശന്ന് വലിഞ്ഞിട്ട് ദില്ലിവാല രാജകുമാരല്ലേ വിശന്ന് സഹിക്കാൻ പറ്റണില്ല. എന്നിട്ട് ഞാനൊരു മൂലയ്ക്ക് ഇരിക്കങ്ങനെ ഒരു കണ്ണാടയൊക്കെ വെച്ചിട്ട്. അപ്പോൾ ജയറാമേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താണ് നീ കണ്ണട വെച്ചേക്കണേ? എടാ വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റില്ലടാ, അതുകൊണ്ട് കണ്ണട വെച്ചേക്കണ. അങ്ങനെ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് ഞാനും ജയറാമേട്ടനും കൂടി പോവാ. അപ്പോൾ ഈ കുട്ടികളുടെ അടുത്ത് ഇഷ്ടം പോലെ ഭക്ഷണം പാലും കാര്യങ്ങളാണ്, ഇവറ്റുകൾ തന്നെ കഴിക്കണില്ല. അപ്പം ഞാൻ ജയറാമേട്ടൻ ചോദിക്കുന്നുണ്ട് മാമന്മാർ മനസ്സിലായോ? ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, നീ എന്ത് ചോദിക്കണം? അടുത്തൊരു ബ്രാഹ്മണ സ്റ്റൈലിൽ ചോദിക്കണം, മേക്കൾക്ക് മ്യാമന്മാർ മനസ്സിലായോ? അതൊരു നല്ല എൻ്റെ ഒരു തുടക്കകാലമുള്ള സീനുകളാണ്. അതിനകത്ത് കിട്ടിയൊരു ആ സിനിമയിലാണ് ശ്രീമാൻ നാദൃശ പറഞ്ഞിട്ടാണ് എൻ്റെ എന്നുള്ള ചിരി വന്നത്. ആ സിനിമയിലാണ് നാദൃശ പറഞ്ഞാൽ ചിരിച്ചോ നന്നായിരിക്കും. അങ്ങനെ സേന സാറിൻ്റെ അടുത്ത് പറഞ്ഞു. സേന സാറ് പറഞ്ഞു കൊള്ളാലോ മണി, ഇതൊരു ചേഞ്ച് ആയിരിക്കും, നമുക്കത് ഇടാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ ചിരി അതിൽ ചിരിച്ചു. എനിക്ക് പ്രത്യേകിച്ച് ഈ ഭക്ഷണ കാര്യങ്ങൾ എന്ന് പറയാൻ കാരണം എനിക്ക് നന്നായിട്ട് കുക്ക് ചെയ്യണ കാര്യം വലിയ ഇഷ്ടമാണ്. എൻ്റെ ഏറ്റവും വലിയൊരു അഭിലാഷമാണ് ചാലക്കുടിയിൽ കലാഭവൻ മണിയുടെ തട്ടുകട. അതായത് കലാഭവൻ മണി തട്ട്. അതിൽ കടയുടെ പേര് തന്നെ നാടൻ പാട്ടും നാടൻ തട്ടും. അത് ഇനി ആ പരിസരത്ത് എവിടെയെങ്കിലും നാടൻ പാട്ട് നാടൻ തട്ട് എന്ന് പറഞ്ഞിട്ട് കണ്ണാണ് കയറരുതിട്ടോ. എൻ്റെ ഫുൾ ഫോട്ടോ വെച്ചിട്ടുള്ളൊരു ഒരു ചെറിയ തട്ടുകട. അത് ചിലപ്പോൾ ഒരു ബസ്സിലായിരിക്കും. എനിക്കതിന് കുറേ ആഗ്രഹങ്ങളുണ്ട്. രാവിലെ തന്നെ നല്ല കുത്തരിയുടെ കഞ്ഞി, നല്ല മത്തിക്കറി, പിന്നെ അതേമാതിരി മുള്ളൻ വറുത്തത്, പിന്നെ വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ടൈപ്പിലുള്ള നല്ല പാല് പിഴിഞ്ഞ കറി, മാങ്ങക്ക നല്ല രസമായിട്ട് പാല് പിഴിഞ്ഞ് വയ്ക്കാൻ പറ്റും. അത്തരത്തിലുള്ള കറികളൊക്കെ കൊടുത്തിട്ട് കൂടുതൽ കാശ് മേടിക്കണ്ട, ക്വാണ്ടിറ്റി കുറച്ച് കൊടുത്താലും കുഴപ്പമില്ല. കാശ് കൂടുതൽ മേടിക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റി കൂടുതൽ കൊടുക്കാം, കുറച്ചാണ് മേടിക്കുക അതനുസരിച്ച് കൊടുക്കാം. മനുഷ്യർ കഴിച്ചു പോകുമ്പോൾ ഇപ്പോഴും ഓർക്കണം, നല്ല നമ്മുടെ നാട്ടിലേക്ക് കൂർക്കുപ്പേര് ഭയങ്കര രസമാണ്. നല്ല എന്താ പറയുക, അതിനെ വെറുതെ ഇങ്ങോട്ട് വേവിച്ചെടുത്തിട്ട് അതിനെ നല്ല വെളുത്തുള്ളിയും ചുവന്നമുളകും കുത്തി അങ്ങോട്ട് ചതച്ചിട്ട് അവനടുത്ത് താളിച്ചിങ്ങോട്ട് ഒലത്തിങ്ങോട്ട് എടുക്കണം. ഭയങ്കര രസമാണത്. അതൊക്കെ കഞ്ഞിയുടെ കൂടെ കുടിച്ചാൽ ഭയങ്കര രസം. അപ്പം എൻ്റെ ഒരു അഭിലാഷമാണ് ഒരു തട്ടുകട തുടങ്ങുന്നത്. വലിയ 5 സ്റ്റാർ ഹോട്ടലൊന്നുമല്ല കേട്ടോ, ഒരു തട്ടുകട. അവിടെ നിങ്ങളും മക്കളും എല്ലാവരും കൂടി വന്നിട്ട് സ്വസ്ഥമായിട്ട് സുഖമായിട്ട് മണിയുടെ നാടൻ പാട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ ഇല്ലാട്ട പാടാ, വേറെ ആരെങ്കിലും എൻ്റെ പാട്ട് പാടാൻ ഒരാളവിടെ ഉണ്ടാവും. വേറെ ചലച്ചിത്ര ഗാനങ്ങളായിട്ടൊന്നും ഉണ്ടാവില്ല, എൻ്റെ നാടൻ പാട്ടുകൾ മാത്രം. അത് വലിയ ഓർക്കസ്ട്ര ഒന്നും വെച്ചിട്ടായിരിക്കില്ല, വെറുതെ CD ഇട്ടിട്ട് ട്രാക്ക് ഇട്ടിട്ട് പാടുന്ന ഒരു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നേരം ഈ ഫുഡ് നിങ്ങൾക്ക് അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന മീനെ പിടിച്ചിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം. കുറച്ച് നേരം സമയം എടുക്കണേ, കാരണം ഇതിനൊക്കെ കുറേ നേരം വേണം. എനിക്ക് നിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് സമയം കിട്ടണില്ല.
എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ വല്ലപ്പോഴും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല ഞായറാഴ്ച ദിവസമാണ് ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലാറ്. എൻ്റെ മോള് വരെ പറഞ്ഞേക്കണത്, മോള് കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു പൊതി ഇറച്ചി ഉണ്ടാവും. അപ്പോൾ ഈ ഇറച്ചി പൊതിയായിട്ട് ചെല്ലുമ്പോൾ എൻ്റെ മോളുടെ ധാരണ, ഇയാൾ ഞായറാഴ്ച ദിവസങ്ങളിലുള്ള വരണേ, അപ്പോൾ ഇവിടുത്തെ ഇറച്ചി സപ്ലൈ ചെയ്യണ ആളാണോ? അപ്പം എൻ്റെ മോള് കുറേ വലുതായപ്പോൾ എൻ്റെ മോള് എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറയാ, അമ്മേ ദേ ഇറച്ചിക്കാരൻ വന്നിരിക്കണു. എനിക്കത് കേട്ടപ്പോൾ ഒരു ചിരിയാ തോന്നിയത്. കാരണം അങ്ങനെയുള്ള ഫലിതങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുന്നത് ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളെ ആരാണെന്ന് പോലും മനസ്സിലാക്കാതെ കുഞ്ഞായിരിക്കുമ്പോഴല്ല, കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോഴാണ് അതിനെ പിന്നെ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് കലാകാരി ആവാനോ അല്ലെങ്കിൽ മിമിക്രി കാണിക്കാനോ പഠിപ്പിക്കാനോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു കുട്ടിയുടെ ഒരു മനസ്സ് മനസ്സിലാക്കുന്നത് നമ്മൾ തീരെ പനിയായിട്ട് കിടക്കുമ്പോൾ എൻ്റെ മോള് വന്ന് നെറ്റിയിൽ ഇതൊക്കെ നനച്ചിട്ട് തരും, അതേമാതിരി ചായ കൊണ്ടുതരും, നമുക്ക് ഭക്ഷണം വിളമ്പി തരും. ഭക്ഷണം എന്നൊക്കെ ഒരു സ്പൂണിൽ ഇത്ര ഉള്ളൂ, അവളെ സംബന്ധിച്ചിടത്തോളം വലിയതാണ്. അപ്പം ഈ അച്ഛനെ സ്നേഹിക്കുന്നത് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളായിരിക്കും.